ധൈര്യമായിട്ട് കഴിച്ചോ? ധൈര്യമായിട്ട് കഴിച്ചോ? അതുകൊണ്ട് അവള് പോയി, അതുകൊണ്ട് അവളില്ല. പുഴയിലേക്കൂടെ പോകുന്ന പുകയാണ് അത് ആക്ച്വലി. ഹലോ ബൈസൺ, ഒന്ന് തിരിഞ്ഞു നോക്കോ? റോണോനമ്മ ഒരു സലൂൺ തന്നെ ഇട്ട് തരും. റോണോനമ്മ ഒരു സലൂൺ ഇട്ട് തരാം. പേഴ്സണൽ മേക്കപ്പ് മാൻ, ഹെയർ ഡ്രസ്സർ. ആയിരൂട്ടിയുടെ പേഴ്സണൽ ഹെയർ ഡ്രസ്സറാണ് ഇനി റോബോട്ടൻ. അപ്പോൾ ഇന്നിതാ കാനഡയിൽ ഫാമിലി ഡേ ഇന്നാണ് കേട്ടോ, ഫെബ്രുവരി 17. അപ്പോൾ എല്ലാവരും ഫാമിലിയോടൊപ്പം അടിപൊളിയായിട്ട് ആഘോഷിക്കുക, ഫാമിലിയുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഇന്നത്തെ ദിവസം ഫാമിലിയൊക്കെ ഒരുമിച്ചുള്ളവർ ഒരു കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്ത് എൻജോയ് ചെയ്യുക. പക്ഷേ ഞങ്ങൾ കേക്ക് മേടിച്ച് കട്ട് ചെയ്യണില്ല എന്ന് വേറെ കാര്യം. പകരം ഞങ്ങൾ അപ്പയുടെ അമ്മയുടെ അടുത്ത് പോവുകയാണ്. അവരിന്ന് അവിടെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ അത്ര വലിയ ഷെഫും കുക്കും ഒന്നും അല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ അധികം ഫുഡൊന്നും കുക്ക് ചെയ്യലില്ല. എൻ്റെ അമ്മ നല്ലൊരു കുക്കാണ് കേട്ടോ. അപ്പൊ അതെ, അമ്മ നിർബന്ധിച്ച് പണിയെടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ഏറെക്കുറെ. അപ്പോൾ അതുകൊണ്ട് നേരെ അമ്മയുടെ അപ്പയുടെ അടുത്ത് പോയിട്ട് നല്ല അടിപൊളി ഒരു ഫുഡ് കഴിക്കാം. ആ ഫുഡിൻ്റെ മാത്രം ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ആ ഫുഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഇനി ഒരിക്കലും അമ്മ ഉണ്ടാക്കുമ്പോഴും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒരു കുട്ടി വ്ളോഗ്, ഒരു ഫാമിലിയുടെ കുട്ടി വ്ളോഗ്. നല്ല ക്ലിയർ സ്കൈ ആണ്, പക്ഷെ ആ ഇരിക്കുന്ന ക്ലൗഡ്സ് കണ്ടോ? നിങ്ങൾ വിചാരിക്കും അത് ക്ലൗഡ്സ് ആണെന്ന്, പക്ഷെ അത് ശരിക്കും ക്ലൗഡ്സ് അല്ല. അത് ഓരോ കമ്പനിയിൽ നിന്നും വരുന്ന പുകയാണ്. ഫ്രോസൺ ആയിട്ട് ആ പുക ഇരിക്കുന്നത് കൊണ്ട് ക്ലൗഡ്സ് പോലെ ഇരിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ ഗൈസ് കാണാൻ? എത്രത്തോളം വീഡിയോയിൽ ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷെ അതാണ് സത്യം. ഞങ്ങൾക്ക് വണ്ടിയിൽ ഇരിക്കുന്ന ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല. നമ്മളൊരു ട്രിപ്പൊക്കെ പോരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ഒന്ന് മാറ്റി അപ്പഴമ്മ അടുത്ത് പോകും, പക്ഷെ നമ്മളൊരു ചെറിയൊരു സ്ഥലം ഒന്ന് കണ്ടിട്ട് അപ്പഴമ്മ അടുത്ത് പോവാന്ന് വിചാരിച്ചു. അല്ലേ ചായ? അപ്പോൾ അതാ പിള്ളേര് ബാക്കിൽ സെറ്റാണ്. നമ്മൾ പോകുന്നത് എൽക്ക് ഐലൻഡിലേക്കാണ് കേട്ടോ. എൽക്ക് ഐലൻഡ് നമ്മൾ പണ്ട് പോയിട്ടുണ്ട്, പക്ഷെ 2 വർഷം മുന്നേ അച്ചുവിൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഒക്കെ കൂടെയായിരുന്നു അന്ന് നമ്മൾ പോയത്. ഇപ്പം നമ്മളിതാ വീണ്ടും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് ആ എൽക്ക് ഐലൻഡിൻ്റെ റോഡിലേക്ക് നമ്മൾ കയറുകയാണ്. അന്ന് എനിക്ക് ബോർഡ് മിസ്സായി, ഇന്നെങ്കിലും ഈ ബോർഡ് കിട്ടുമെന്ന് നോക്കട്ടെ എന്ന്. കിട്ടിയേ എൽക്ക് ഐലൻഡ്. ഈ നിൽക്കുന്നത് ഒരു ബൈസനാണ് കേട്ടോ. വെയിലത്ത് എത്ര കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. കൊട്ട വെയിലാണെങ്കിൽ നല്ല തണുപ്പാണ്, -22 ആണ്. ബൈസൺ അവിടെ കമന്നൊക്കെ കിടന്നാണ് ഏതാണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ ബൈസൺ, ഒന്ന് തിരിഞ്ഞു നോക്കൂ. അങ്ങനെ നമ്മൾ അസ്റ്റോട്ടിൻ ലേക്ക് ഏരിയയിലേക്ക് എത്തിയിരിക്കുന്നു. കുറച്ച് പേരൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളും ഹാപ്പി. ആരെങ്കിലുമൊക്കെ ഒന്ന് കാണാമല്ലോ. ലേക്കിൻ്റെ മുകളിൽ കൂടെയൊക്കെ നടക്കാനൊരു അവസരം കിട്ടുവാണെങ്കിൽ നടക്കാം, പണ്ടത്തെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഫാമിലിയിലേക്ക് പോയത്, ചിക്കൂസിനെയും കൂട്ടിക്കൊണ്ട് പോയത് എവിടെയായിരുന്നു ചായ? ജാസ്പർ പോയി. അവിടുത്തെ ഫ്രോസൺ വാട്ടർഫോൾസ് കണ്ടു, ലേക്ക് കണ്ടു, ഐസ് സ്കേറ്റിംഗ് നടത്തി. ഈ വർഷം നമ്മൾ ഫ്രോസൺ ലേക്ക് മാത്രം കണ്ടിട്ട് വീട്ടിൽ പോകും. ഐസ് സ്കേറ്റിംഗ് നടത്താൻ പിള്ളേരുടെ സ്കേറ്റിംഗ് ഷൂ എടുക്കാൻ മറന്നുപോയി. ഇതൊരു വലിയ ലേക്കാണ് കേട്ടോ. ഇതിൻ്റെ പേര് അസ്റ്റോട്ടിൻ ലേക്ക് എന്നാണ്. ഇതിപ്പോൾ നല്ല ഫ്രോസൺ ആയിട്ട് കിടക്കുന്ന ഒരു വ്യൂ കാണാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല ഫ്രോസൺ ആയിട്ട് എല്ലായിടവും കിടപ്പുണ്ട്. അപ്പം നിങ്ങളും ആ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിക്കുക. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവർ ഐസ് ഹോക്കി കളിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് സ്കേറ്റ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ പിള്ളേരുടെ സ്കേറ്റിംഗ് ഷൂ ഒന്നും എടുത്തില്ല. അതുകൊണ്ട് പിള്ളേർക്ക് സാധാ ഷൂവിൽ സ്കേറ്റിംഗ് നടത്താനുള്ള അവസരം ഞങ്ങൾ കൊടുത്തിരിക്കുന്നു. Come on. Could you oh! Good job, Go slide.
ഞങ്ങളുടെ എൽക്ക് ഐലൻഡിൻ്റെ ആഗ്രഹമൊക്കെ കഴിഞ്ഞു. നല്ല തണുപ്പായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെയല്ല. വെയിലൊന്നും കണ്ട് വിശ്വസിച്ച് പോരരുതെന്ന് മനസ്സിലായി. കാര്യം അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ച് പൊതിഞ്ഞൊക്കെ വന്നെങ്കിലും വിത്തിൻ 3-4 മിനിറ്റ്സ് നന്നായിട്ട് മറിച്ചു കേട്ടോ. ഞാനും ഐറൂട്ടിയും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചിട്ട് ഇങ്ങ് വണ്ടിയിലേക്ക് പോന്നു. റോയിച്ചിനും റോങ്കുട്ടനും പിന്നെയും കുറച്ചുകൂടെ ഒന്ന് കളിച്ചിട്ടൊക്കെ ആട്ടോ വന്നത്. അവർ കുറച്ചുകൂടെ നമ്മളറിയാതെ എന്തൊക്കെയോ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. തണുത്തിട്ടില്ല അവർക്ക്. ഇവര് സെറ്റായിരുന്നു. ഞാനും ഐറൂട്ടി ഇച്ചിരി ഒന്ന് ഐറൂട്ടി ഭയങ്കര എന്താ പറയുക, സൗന്ദര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആണെന്ന് തോന്നുന്നു. നമ്മൾ പറയുന്ന സാധനം ഒന്നും അവൾ ഇടൂല. അവൾക്ക് പറ്റിയതൊക്കെ അവൾ ഇടുള്ളൂ. അത് കാരണം അവൾക്ക് പെട്ടെന്ന് തണുത്തതുകൊണ്ട് ഞാൻ അവളെയും കൊണ്ടെങ്കിൽ പോകുന്നു. പിന്നെ എന്താ, നല്ലൊരു സ്ഥലമായിട്ട് തോന്നി. മൊത്തം മഞ്ഞ് കിടക്കണോണ്ട് ഇപ്പം മൊത്തം വെള്ളമയം ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ കാണുമ്പോൾ നല്ല രസം. നമ്മൾ പണ്ട് മെയിൽ വന്ന് അവിടെ ഞാനും അച്ചുമൊക്കെ ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ട്. പിള്ളേർ ഇവിടെ കുറേ പ്ലേ ഗ്രൗണ്ടിൽ കളിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മഞ്ഞത്ത് അതെങ്ങനെ ഇരിക്കണേന്ന് കാണാൻ വന്നപ്പം മൊത്തം വെള്ളമയം അത്രേ ഉള്ളൂ. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല അല്ലേ. പക്ഷെ ഭയങ്കര തണുപ്പായി പോട്ടോ. അതെ, ലേക്കാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ സ്കേറ്റിംഗ് ഷൂ ഞങ്ങൾ വിട്ടുപോയി. എല്ലായിടത്തും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് സ്കേറ്റിംഗ് ഷൂ. പിന്നെ ഇതൊന്നും പ്ലാൻഡ് ആയിരുന്നില്ല. ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് ഫാമിലിയുടെ ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് പോകാം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പകുതി സാധനങ്ങൾ മിസ്സായി, മറന്നുപോയി. പ്ലാൻഡ് ആണെങ്കിൽ നമ്മളിതെല്ലാം ഓർത്തെടുത്ത് വെച്ചിട്ട് വരുമല്ലോ. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയാണ്. എനിവേസ്, അമ്മയുടെ കോള് വന്നിട്ടുണ്ട്. മണി 3 നമുക്ക് വേഗം അമ്മയുടെ അടുത്തേക്ക് പോകാം. അവരും പട്ടിണിയാണ്, വിശന്നിരിക്കുകയാണ്, നമ്മളും വിശന്നിരിക്കുകയാണ്. വേഗം പോയി സ്പെഷ്യൽ ഫുഡ് എന്താണെന്ന് നോക്കിയിട്ട് കഴിച്ചിട്ട് വരാം. അപ്പോൾ ബൈ. അങ്ങനെ ചക്കള അപ്പയുടെ അടുത്തെത്തി. ദാ നിൽക്കുന്നു അമ്മ ജനലിൻ്റെ അവിടെ നോക്കി നിൽക്കുക. 4 മണിയായി ഞങ്ങൾ വീടെത്തുമ്പോൾ. ഞങ്ങളെ കൊല്ലാതെ കൊല്ലുമെന്ന്. അപ്പോൾ ദാ എൻ്റെ അമ്മയും ആൻറ്റിയും കൂടെ ഇവിടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഞങ്ങൾക്കുള്ള ഫാമിലിയുടെ സ്പെഷ്യൽ ഫുഡ് എന്തൊക്കെയാ അമ്മേ? വേഗം വന്ന് പറ. സ്റ്റാർട്ടറിൽ നിന്ന് തുടങ്ങാം. എല്ലും കപ്പയും. ഓ അടിപൊളി. ഇപ്പോഴേ വായിൽ വെള്ളമൂറി. ഓ എൻ്റെ ഫേവറേറ്റ് പിടി കോഴിക്കറി. ഇതെന്താ അമ്മ? ബിരിയാണിയാണോ ഫ്രൈഡ് റൈസ് ആണോ പുലാവാണോ എന്താണിത്? ഫ്രൈഡ് റൈസ് വിത്ത് ചിക്കൻ കറി, അച്ചാറ്. ഓ എനിക്ക് വയ്യ. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ കെട്ടിയോൻ, എൻ്റെ മക്കൾ, പിന്നെതാ ഞാനും. അയ്യോ ആൻറ്റി എന്തിയേ? ആൻറ്റി ദാ ആൻറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരുങ്ങിയതാണിത്. നല്ല അടിപൊളി ചുരിദാർ കേട്ടോ, നല്ല കളർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ചിക്കൂസ് ഇല്ല. ചിക്കൂസിന് ഫാമിലിയുടെ ആയിട്ട് സ്പെഷ്യൽ ഡ്യൂട്ടി കിട്ടി ഇല്ല ഇപ്പം ഓവർ ടൈം. അതുകൊണ്ട് അവൾ പോയി. അതുകൊണ്ട് അവളില്ല. ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഫാമിലി. കഴിക്കാം. കുഞ്ഞു പണിയെടുക്കണോണ്ട് എടുത്താട്ടോ. എന്തെങ്കിലും ചെയ്ത് കാണിക്കാൻ കാലത്തൊക്കെ എന്തെങ്കിലും പണിയെടുക്കോളൂ എന്നാണ് റോയിച്ചൻ പറയുന്നത്. നാലെടുത്തോട്ടെ എന്ന് ഞാനും വിചാരിച്ച്. എന്തെങ്കിലും ആവട്ടെ. റോമുണ്ട് വേണ്ടേടാ കപ്പ കഴിച്ചോ? എല്ലാവരും കഴിക്കും. മറ്റേ കല്യാണത്തിനൊക്കെ പോകുമ്പോ എല്ലാരും വീഡിയോഗ്രാഫർ വരുമ്പോ കഴിക്കാതിരിക്കൂലേ? ആ സെറ്റപ്പിൽ ഇരിക്കണ്ട. ധൈര്യമായിട്ട് കഴിച്ചോ. ധൈര്യമായിട്ട് കഴിച്ചോ. ഒരു കുഴപ്പമില്ല, ഇറങ്ങിപ്പോക്കോളും. ധൈര്യമായിട്ട് കഴിച്ചോ. അമ്മ അങ്ങോട്ട് കഴിച്ചോ? ഒന്ന് കഴിക്കുക. എന്റെ അയർ മാത്രം ഒന്നും ബാധിക്കാതിരുന്ന് കഴിക്കുന്നു. കഴിച്ചോട്ടാ നമ്മുടെ പൊന്ന് കഴിച്ചോ. അത് ഭയങ്കര പ്രൊഫഷണലാണ്. ഒരു പീസൊക്കെ എടുത്ത് ഈ ലോകത്തിലൊന്നും അവളുടേതായ ലോകം. അതെ വരവ് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയെന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഞാനല്ല, എൻ്റെ അമ്മ ഉണ്ടാക്കി പിടിയും കോഴിക്കറി. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. കുറച്ച് കോഴിയൊക്കെ ഇങ്ങനെ ചിക്കി എടുത്തിട്ട് പിടിയിലേക്ക് വെച്ചിട്ട് അയ്യോ വായിൽ വെള്ളം ഊറി. ചളി കോമഡി. അടിപൊളി. റോബോട്ടൻ പിടിയും കോഴിക്കറിയും ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നല്ലേ റോണോ?
നല്ലതാണോ? അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയുടെ സ്പെഷ്യൽ വ്ലോഗൊക്കെ ഇവിടെ തീരുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. വയറൊക്കെ നിറഞ്ഞ് ഫില്ലായി. താങ്ക് യു സോ മച്ച് അമ്മ. ബാ ആന്റി ബാ ബാ ബാ. അപ്പം ചുമ്മാ ഇവിടെ നിന്നോ? അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കിയോ? ചിക്കൻ കറി ഉണ്ടാക്കി. ആന്റി എന്നെ ഉണ്ടാക്കിയ എല്ലാരും എല്ലാം ഉണ്ടാക്കി. ഞങ്ങൾ മാത്രം ഒന്നും ഉണ്ടാക്കി. ഞങ്ങൾ നല്ല വയറ് നിറച്ച് കഴിച്ചു. അല്ലെ മക്കൾ? ഞങ്ങൾ നല്ലതായിട്ടൊക്കെ കഴിച്ചു. മതി, അത്ര മതി. ഞങ്ങൾ കഴിച്ചത് ആയിക്കല്ലേ നിങ്ങൾ ഞങ്ങളെ വിളിച്ചത്? ചെക്ക് ചെയ്യാൻ വന്നല്ലേ? പിന്നെ ഞങ്ങൾ ചെക്ക് ചെയ്യാൻ വന്നു. നല്ല ഫുഡായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും വയറൊക്കെ നിറഞ്ഞു. ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ like, share, subscribe. Thank you so much for watching. Bye. കുഞ്ഞാപ്പി